ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ ഇതാ ഷൈബു മഠത്തിൽ സൂചിപ്പിക്കുന്ന പോലെ 8 പേർ അവർ MLA-മാർ ആയിരുന്നു. ഒരു ടേമിൽ കൃത്യമായി ഭരിക്കാനും അവരുടെ മണ്ഡലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനും അവസരം ലഭിക്കുന്നു. പക്ഷേ മോശം പെർഫോമൻസ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 20 MLA-മാർക്ക് ഇത്തവണ BJP ടിക്കറ്റ് നൽകി, AAP ടിക്കറ്റ് നൽകിയിട്ടില്ല. അതിൽ 8 പേർ പാർട്ടി വിടുന്നു. പാർട്ടിയെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു. ദളിത് വാൽമീകി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ AAPക്ക് സാധിക്കുന്നില്ല. അഴിമതിയുടെ ചതുപ്പിൽ പാർട്ടി പെട്ടുപോയിരിക്കുന്നു. സത്യസന്ധമായ രാഷ്ട്രീയമെന്ന സ്ഥാപകതത്വം പാർട്ടി ഉപേക്ഷിച്ചിരിക്കുന്നു. കെജ്രിവാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇവർ നൽകിയ രാജിക്കത്തിന്റെ ഉള്ളടക്കം. ഇങ്ങനെയുള്ള 8 പേർക്കാണ് വളരെ പെട്ടെന്ന് BJP അക്കോമഡേഷൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇത് കാര്യമായൊക്കെ പ്രതിഫലിക്കും എന്ന് വിലയിരുത്താനാകുമോ? അതായത് അവസരം നിഷേധിക്കപ്പെടുന്നവർക്ക് അവസരം നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് BJP മാറുന്നു എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ഇത് വോട്ടിനെ സ്വാധീനിക്കുമെന്ന് വിലയിരുത്താനാകുമോ ശ്രീ ഉല്ലാസ്? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ രാജിവെക്കുന്നതും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതും സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ AAPയിലേക്കും പല സംഘടനകളിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട്. നമുക്ക് അതിനൊക്കെ ചർച്ചയിലേക്ക് വരണേക്കാൾ മുൻപ് ഞാൻ സൂമിലായതുകൊണ്ടാണ്. കോൺഗ്രസ് പ്രതിനിധി ഉണ്ടോ? ചർച്ചയുടെ ഭാഗമാണ്. അനുവേട്ട നമസ്കാരം. ഈ അനുവേട്ടൻ ഞാനൊക്കെ പണ്ട് പിന്നെ AAPയുടെ അഡ്വക്കേറ്റ് വിനോദ് ലോകസഭാ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് അന്ന് ഇവര് ഒരേ കൂടാരത്തിലാ. ഈ അനുവേട്ടന്റെ പാർട്ടിയും വിനോദിന്റെ പാർട്ടിയും ഒരു കൂടാരത്തിലാണ്. ഇന്ത്യ മുന്നണിയാണല്ലോ. അന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഈ അരവിന്ദ് കെജ്രിവാളിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്നത്തെ വിഷയത്തിൽ ജയിൽ പെടുകയും തിരിച്ചു വരികയും ചെയ്തൊക്കെ സമയത്തൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകൾ നിങ്ങളുടെ ലൈബ്രറിയിൽ ഉണ്ടാവും. ഒന്ന് എടുത്തു നോക്കിയാൽ കൊള്ളാം. ഇവർ കോൺഗ്രസ്സുകാർ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, AAP എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന്. ഈ 4 ദിവസം മുൻപ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് കെജ്രിവാളിനെ കുറിച്ച് രാഹുലും പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയപ്പോൾ. അപ്പൊ ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയം. ഇപ്പൊ രമേശ് ചെന്നിത്തല എന്താണ് പറയുന്നത്, പാലക്കാട് ബ്രൂവറി കേസിലെ വ്യക്തികൾ എന്ന് പറയപ്പെടുന്ന ഡൽഹി മദ്യ അഴിമതി കേസിലെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ചോദ്യം. അപ്പൊ അഴിമതി ഉണ്ടെന്ന് കോൺഗ്രസ് ഇപ്പൊ സമ്മതിക്കുന്നുണ്ടല്ലേ. അപ്പൊ അന്ന് BJP ഇവരെ പീഡിപ്പിക്കാന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടുള്ള രാഹുലും ടീമും ചെന്നിത്തലയും ഈ അനുവേട്ടന്റെ പാർട്ടിയും ഒക്കെ ഇന്ന് അങ്ങനെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നും അതിൽ ഇന്ന ആളുകളുണ്ട് എന്നൊക്കെ കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അരവിന്ദ് കെജ്രിവാളിനെ നേരത്തെ നമ്മുടെ AAPയുടെ പ്രതിനിധി പറഞ്ഞു അദ്ദേഹത്തിനാണ് വോട്ട്. ശരിയായിരുന്നു. ഡൽഹി ജനങ്ങൾ അദ്ദേഹത്തിന്റെ പല വാഗ്ദാനങ്ങളിലും ആകൃഷ്ടരായി അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. 916 ആണെന്ന് അവർ കരുതി. അത് 88 ഉണ്ടായിരുന്നു എന്നുള്ളത് ഭാവി അവര് കുറെ കാലം കൊണ്ട് മനസ്സിലാക്കി. മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എന്തിനു വേണ്ടിയായിരുന്നോ ജന്തർ മന്ദറിലടക്കമുള്ള സ്ഥലങ്ങളിൽ സമരം നയിച്ചിരുന്നത്, ഇദ്ദേഹത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിന്റെ പുറകെ പോവുകയും വ്യക്തമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അധികാരപരമായ കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ഇദ്ദേഹം എന്തൊക്കെ പറഞ്ഞിരുന്നോ അതിന് വിരുദ്ധമായി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. അതിന് പകരമായിട്ട് അല്പം വെള്ളവും അല്പം വെളിച്ചവും ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് വികസനം എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലൊന്നും ഇദ്ദേഹം ഇടപെട്ടിട്ടില്ല. ഇതൊക്കെ ഒരു ഗിമ്മിക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ വക്താവായിട്ട് അതാത് സമയങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഡയലോഗ്സും കൊണ്ടുവന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ ശൈലി ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ കെജ്രിവാൾ മുന്നോട്ട് പോയപ്പോൾ. പക്ഷേ ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ഈ താങ്കൾ പറയുമ്പോൾ എനിക്കൊന്ന് ഇടപെടേണ്ടി വരുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു, ആ ഘട്ടത്തിൽ ഇവർ പരസ്പരം പുണർന്നിരുന്നവർ ആണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ BJPയും ചെയ്യുന്ന കാര്യമല്ലേ ശ്രീ ഉല്ലാസ് ബാബു? എന്താണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്തെ NCP നേതാക്കൾ അവിടെ നിന്ന് കൂറുമാറി ഇപ്പുറത്തേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്? നേരത്തെ വലിയ വിമർശനം ഉന്നയിച്ച നേതാക്കൾക്ക് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുന്നത് BJP ആണല്ലോ എന്നുള്ളത് ഒരു ഭാഗം. മറ്റൊന്ന്, താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ, അതായത് ഈ വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങൾ, സൗജന്യങ്ങൾ, അതിലൊരു മുന്നണിയും ഇത്തവണ കുറവ് വരുത്തിയിട്ടുണ്ടോ? BJPയുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് പറയുന്നത്? സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ, ഗർഭിണികൾക്ക് 21,000 രൂപ, വാർദ്ധക്യ പെൻഷൻ 3000 ആയി ഉയർത്തും. ഇങ്ങനെയുള്ള ഓഫറുകൾ എല്ലാവരും, കോൺഗ്രസ് ഒട്ടും മോശമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇത് അഭിലാഷല്ലേ ചോദിക്കുന്നത്? അതെ അതെ അതെ. കാണുന്നില്ല ഇവിടെ. അഭിലാഷേ, ആ. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അതൊക്കെ അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ തെറ്റൊന്നുമില്ല. എന്താണ് അഭിലാഷ് പറഞ്ഞത്? BJPയും പുറകോട്ടിലല്ലോ കാര്യങ്ങൾ പറയുന്നത്. BJP ഒരു കുറവിലും ഇല്ല. പക്ഷെ ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പുതിയ രാഷ്ട്രീയം കൊണ്ടിട്ടാണല്ലോ ഇവർ വന്നത്. AAPയുടെ ജനനം അഭിലാഷ് കണ്ടിട്ടുള്ളതാണ്, അതെ, ഒരു സംശയമില്ല, കണ്ടിട്ടുള്ളതാണ്. ഉണ്ട്. അപ്പൊ BJPയും കോൺഗ്രസും അടക്കമുള്ള ഒരു വലിയ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഒരു വലിയൊരു മേഖല ഇന്ത്യ മഹാരാജ് നിൽക്കുമ്പോ പാർട്ടി ജനങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ജനങ്ങളുടെ ഏട്ടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടും കൂടിയും വലിയൊരു മാറ്റത്തിന്റെ ശങ്കുലിയുമായിട്ടുള്ള വരവും പക്കവച്ചോടും ഉണ്ടായിരുന്നത്. ഒന്ന് ഡൽഹിയിലേക്ക് ഒന്ന് അഭിലാഷ് ചെല്ല്, ഡൽഹിയിലെ ചെറുകിട സ്ഥലങ്ങളിലേക്ക് ഒന്ന് ചെല്ല്, അവരുടെ സാധാരണക്കാരന്റെ ജീവിതമാർഗം ഒന്ന് നോക്ക്, ഏതെങ്കിലും തരത്തിൽ അവന്റെ ജീവിതശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ടോ നോക്ക്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകാരന്റെ യാത്രയായിരുന്നു. ഞാനിന്ന് ഇടപെടുന്നത് താങ്കൾ ദയവായി ക്ഷമിക്കുക, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുന്നതല്ല. താങ്കൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഡൽഹിയിലേക്ക് ഒന്ന് ചെല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ 3-4 വർഷം ജോലി ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അവിടുത്തെ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റമില്ലേ ശ്രീ ഉല്ലാസ്? അതായത് ഈ മൊഹല്ല ക്ലിനിക്കുകൾ പോലെ സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നു. അതുമാത്രവുമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റമില്ലേ? ഇൻഫ്രാസ്ട്രക്ചറിൽ ആണെങ്കിൽ, ഞാനിപ്പോൾ വ്യക്തിപരമായൊന്നുമല്ല, ഷീലാ ദീക്ഷിത്തിനെ പോലെയുള്ളവർ ഭരണത്തിലിരുന്നപ്പോൾ ഡൽഹിയിൽ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്ന് രാഷ്ട്രീയത്തിന് അതീതമായി വിലയിരുത്തുന്ന ആളാണ്. അന്ന് അഴിമതി ആരോപണങ്ങൾ അവരെ വലിയ തോതിൽ വരിഞ്ഞു മുറുകി എന്നത് വസ്തുതയാണ്. പക്ഷേ താഴെത്തട്ടിലേക്ക് പൂർണ്ണമായും എത്തിയില്ല എന്ന് പറയാൻ സാധിക്കുമോ ശ്രീ ഉല്ലാസ് ബാബു? 100% അഭിലാഷ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഷീലാ ദീക്ഷിത് എന്ന് പറയപ്പെടുന്ന ഭരണാധികാരി 100% ഡൽഹിയിൽ ഒരു ചർച്ചയൊക്കെ ചെയ്ത സമയത്ത് ചർച്ചയിലൊക്കെ വന്നിട്ടുള്ള ശ്രീ ഉല്ലാസ് അവരുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അഭിലാഷം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയത്തെ നമ്മൾ പറഞ്ഞല്ലേ എല്ലാ ജനങ്ങളിലേക്കും കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇല്ല അഭിലാഷം. അവിടെ നിങ്ങൾ 4 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെ കൃത്യമായി ജീവിക്കുന്ന ആളുകളുമായി അഭിലാഷ് സംവദിച്ചു നോക്കി കിടന്നുറങ്ങുന്നവരെ അടക്കം ഞാൻ കണ്ടിട്ടുള്ളതാണ് കൊടും തണുപ്പിൽ. അതിലൊന്നും തർക്കമില്ല, ഞാൻ അതിലൊന്നും തർക്കിക്കുകയല്ല. ഒറ്റ കാര്യം എന്താണോ 8 പേർ പറയുന്നത്, എന്താണ് 8 പേർ ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയുന്നത്? തെരഞ്ഞെടുപ്പ് സമയം തന്നെയാണ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്പേസ് കിട്ടുന്നതും അവർക്ക് കാര്യം പറയാൻ പറ്റുന്ന ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമായിരിക്കും. ആ തെരഞ്ഞെടുപ്പ് സമയം, നമ്മൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിയെ കുറിച്ച് എത്ര കാലം ചർച്ച ചെയ്തു ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളില്ലേ? അതുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടല്ലേ. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി കൃത്യമായിട്ട് അറിയുള്ളൂ. ഈ മുതലത്ര വൃത്തികൾ ശൈലിക്കാരനാണ്. ഞാൻ നാടൻ ഭാഷ ഉപയോഗിക്കേണ്ടതാട്ടോ, അതിനെ നെഗറ്റീവായിട്ട് കാണണ്ട. ശൈലിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ 8 പേർക്ക് മനസ്സിലായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഡൽഹിയിലെ ബഹുമാനായ AAPയുടെ ആളോട് പറയാനുള്ളത്, ഡൽഹിയിൽ ഇപ്രാവശ്യം നിങ്ങൾ തോൽക്കും, ഒരു സംശയവും വേണ്ട. കാരണം നിങ്ങളെ ജനങ്ങൾ മടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ തേരോട്ടം കഴിഞ്ഞു. കാരണം നിങ്ങൾക്കും പ്രത്യേകിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ജനങ്ങളിലേക്ക് കൃത്യമായി പ്രാവർത്തികമാക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കെജ്രിവാളിന്റെ സൂത്രങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി എന്ന് പറയപ്പെടുന്നത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹം എന്തു പറയുന്നുവോ അതിന്റെ ഘടക വിരുദ്ധമാണ് പ്രവർത്തന ശൈലി എന്നും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഡൽഹിയിൽ പരാജയപ്പെട്ട് ആപ്പിന്റെ ആ ചിഹ്നം ഉണ്ടല്ലോ, ചൂല്, അത് ജനങ്ങൾ കയ്യിലെടുക്കും. നിങ്ങൾ പരാജയപ്പെടും, നിങ്ങൾ അടിച്ചൂരി മാറ്റും എന്നുള്ളതും നിസ്സംശയം ഞാൻ പറഞ്ഞുതരാം. ഒരു സംശയം വേണ്ട.